പ്രിയമുള്ളവരെ, ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിലെ വലിയൊരു അഭിലാഷമാണ്, ആഗ്രഹമാണ് മനോഹരമായൊരു വീട്. അത് പലപ്പോഴും നമ്മൾ വച്ചവരാണ്, വയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ വീടുകൾ സമാധാനത്തിൻ്റെ കേന്ദ്രമായി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ വീടുകൾ തന്നെ സമാധാനക്കേടുണ്ടാക്കാം. ആ വീട്ടിൽ താമസിച്ചാൽ വീട്ടിൽ പ്രശ്നങ്ങൾ നിരന്തരമായി ഉണ്ടാകുന്നു. ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല. ആ വീട്ടുകാർക്ക് വലിയ വലിയ രോഗങ്ങൾ, ചെറിയ രോഗങ്ങൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുക. എപ്പോഴും ഒരു നെഗറ്റീവ് എനർജി ആ വീട്ടിലുണ്ടാവും. അങ്ങനെ ചില വീടുകളുണ്ട്. ആ വീട്ടുകാർക്ക് പറ്റിയ അബദ്ധം എന്നറിയോ? ഒരേ ഒരു അബദ്ധമാണ്. ആ അബദ്ധം കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത്. ഏതാണ്? സമാധാനക്കേടുണ്ടാകുന്ന, നിത്യരോഗങ്ങൾ ഉണ്ടാകുന്ന, നെഗറ്റീവ് എനർജി ഉണ്ടാകുന്ന, പരസ്പരം വഴക്കും വെക്കാനും ഉണ്ടാകുന്ന, സന്തോഷമില്ലാത്ത വീട്. ഏത് വീടാ? ആ വീട്ടുകാർക്ക് എന്താ പറ്റിയത്? ആ പ്രശ്നം നമ്മൾ തിരിച്ചറിയണം. ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ റിമൂവ് ചെയ്യണം. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇരുലോക ആഫിയത്തും ബറക്കത്തും സലാമത്തും നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ അൻവാർ ഫജറിൻ്റെ കുടുംബം, ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന, കൽബ് നിറച്ച് ദുആ ചെയ്യുന്ന, കമൻറ്റിൽ വന്ന് സന്തോഷം പറയുന്ന, നമ്മുടെ ക്ലാസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ മരിച്ചുപോയവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീകൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വഭവനങ്ങൾ, നമ്മുടെ വീടുകൾ വലിയൊരു സ്വപ്നമാണ്. ഓരോരുത്തർക്കും നല്ല റാഹത്തുള്ളൊരു വീട്, അതൊരു ഐശ്വര്യമാണ്. ഒട്ടനവധി ആളുകൾ വീടില്ലാത്തതിൻ്റെ പേരിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. വാടക കൊടുക്കാൻ വരെ നിർവാഹമില്ലാതെ കുടുങ്ങിപ്പോകുന്ന പോയ ആളുകൾ ഒട്ടനവധിയുണ്ട്. നമ്മുടെ അൻവാർ ഫജറിൻ്റെ കുടുംബത്തിൽ വീടില്ലാത്ത എത്ര ആളുകളാണ്? ഉസ്താദെ, ഒരുപാട് നാളുകളായി ഞങ്ങളുടെ സ്വപ്നം, ഇതുവരെ അത് സാക്ഷാത്കരിച്ചിട്ടില്ല, നടന്നിട്ടില്ല. ഒരു വീടിൻ്റെ സ്വപ്നം ദുആ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. വലിയ സ്വപ്നമാണ്. വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും അല്ലാഹു വീട് കൊടുക്കട്ടെ. വീട് പണി പൂർത്തീകരിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകൾ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമ്മുടെ ഭവനം, നമ്മുടെ വീട് യഥാർത്ഥത്തിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം. വീടിൻ്റെ പുറത്ത് ജോലി സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ, നമ്മുടെ കച്ചവട ഇടങ്ങൾ, അവിടെയെല്ലാം നമുക്ക് സ്വസ്ഥതക്കേട് വന്നാലും നമ്മൾ എവിടെയാണ് സമാധാനത്തോടുകൂടെ കുറച്ചു നേരം പോയിരിക്കുന്നത്? നമ്മുടെ സ്വഭവനങ്ങളിലാണ്, നമ്മുടെ വീട്ടിലാണ്. ആ വീട്ടിൽ സമാധാനക്കേടുണ്ടായാലോ വലിയൊരു പ്രശ്നമാണ്. നമ്മൾ പറയില്ലേ, സാധാരണ ഒരാൾക്ക് ഭ്രാന്ത് പിടിച്ചാൽ അയാളെ ചങ്ങലക്കിടാം. ചങ്ങലക്ക് ഭ്രാന്തായാലോ വിഷയം ഗൗരവമായി എന്ന് പറയും പോലെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ സമാധാനക്കേടും സ്വസ്ഥതക്കേടുമാണെങ്കിലോ തീർച്ചയായിട്ടും നമുക്ക് വല്ലാത്ത സങ്കടമാകും, വലിയ പ്രശ്നമാകും. അത്തരം ചില വീടുകളെക്കുറിച്ചാണ്. ചില വീടുകളുണ്ട്, ആ വീട്ടിൽ പ്രിയപ്പെട്ടവരെ താമസിക്കൽ ഭയങ്കരമായ അസ്വസ്ഥതയാണ്. ആ വീട്ടുകാർക്ക് എന്തെന്നില്ലാത്ത ഒരു നെഗറ്റീവ് എനർജി ആ വീട്ടിലുണ്ടാവും. പ്രത്യേകിച്ച് ആ വീട്ടുകാർക്ക് മാരകമായ രോഗങ്ങൾ പോലും ഒരാളല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉണ്ടാവും. അങ്ങനെ നിത്യവും രോഗങ്ങൾ മാറി മാറി മറയുന്ന ഒരവസ്ഥാവിശേഷം വീട്ടിൽ അസ്വസ്ഥമായി കയറി വരും. ബറക്കത്തോ ഒരല്പം പോലും ബറക്കത്തുണ്ടാവില്ല ചില വീടുകളിൽ. അതുമാത്രമല്ല, കുട്ടികൾ ദുസ്വഭാവികളാകും. പറഞ്ഞാൽ കേൾക്കില്ലാത്ത കുട്ടികളാണ്, നിസ്കാരത്തിന് താല്പര്യമില്ലാത്തവരാണ്, ദീനുമായിട്ട് യാതൊരുവിധ കണക്ഷനുമില്ല. അങ്ങനെയുള്ള കുട്ടികൾ മാത്രമല്ല, അവർക്ക് താല്പര്യം വലിയ വലിയ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കൂട്ടുകെട്ടുകളോടും, പ്രത്യേകിച്ച് ലഹരി പദാർത്ഥങ്ങൾക്ക് പോലും അത്തരം വീടുകളിലുള്ള മക്കൾ അടിമപ്പെട്ടു പോകുന്ന സാഹചര്യം, അതൊരു നെഗറ്റീവ് എനർജിയുടെ ഒരു റിസൾട്ടാണ്. അതുണ്ടാകുന്നുണ്ട് ചില വീടുകളിൽ, അല്ലെങ്കിൽ അതിനുള്ള സാധ്യത ചില വീടുകളിൽ നിലനിൽക്കുന്നുണ്ട്. വളരെ ജാഗ്രതയോടെ സൂക്ഷിക്കേണ്ട ഒരു ടോപ്പിക്കാണിത്. അത്തരം വീടുകൾ എന്താണ് പ്രശ്നം എന്നറിയോ? ആ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ സ്വന്തം എക്സ്പീരിയൻസ് നമ്മളൊക്കെ ചിന്തിച്ചറിയാം. നമ്മുടെ അവസ്ഥകൾ എങ്ങനെയാണ്? നന്നാകണമെന്ന് മോഹമുണ്ട്, നിസ്കാരമെന്ന് പ്രോപ്പറാക്കണമെന്ന് ആഗ്രഹമുണ്ട്, കൃത്യമായിട്ട് അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് മോഹമുണ്ട് വീട്ടിലുള്ളവർക്ക്. പക്ഷേ അത് സാധ്യമാകുന്നില്ല. അത് നമുക്ക് പ്രാക്ടിക്കൽ കൊണ്ടുവരാൻ കഴിയുന്നില്ല. താല്പര്യം മാത്രം നിലനിൽക്കുക എന്തൊരു തടസ്സമുള്ളതുപോലെ. നന്നാകാൻ പറ്റാത്തൊരവസ്ഥ, ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യം വരുന്നുണ്ട്.
ചില വീടുകളിൽ എത്രയേറെ ഖുർആൻ ഓതിയാലും എത്രയേറെ മൗലിദ് പാരായണം നടത്തിയാലും സ്വലാത്ത് ചൊല്ലിയാലും സമാധാന അന്തരീക്ഷം വരുന്ന സക്കീനത്ത് വരുന്നില്ല, സമാധാനം വരുന്നില്ല. ഓതിയിട്ടും പാടിയിട്ടും ഒന്നും രക്ഷയില്ല. രോഗങ്ങൾ അത് വിട്ടുമാറി പോകുന്നില്ല. അതേപോലെ തന്നെ വഴക്ക്, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാൻ, പരസ്പരം സ്നേഹബന്ധങ്ങൾ അകന്നു പോകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാനസികമായ തൃപ്തി വരുന്നില്ല. എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഉള്ളി തൊണ്ട് കളഞ്ഞതുപോലെയാണ്. ഇങ്ങനെ പൊളിച്ച് ഒന്നും ഉണ്ടാകില്ല അവസാനം. എന്നാലും ഒരു മാനസിക കൽച്ച അതെല്ലാം ഉണ്ടാകുന്നുണ്ട്. ഇത്തരം അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടാകുന്ന വീടേതാണെന്നറിയും. ഇതാണ് ആ വീട്. ആ വീട് പ്രിയപ്പെട്ടവരെ തീർച്ചയായും നമ്മളുടെ പലപ്പോഴും നമ്മളുടെ അശ്രദ്ധയുടെ അല്ലെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ അറിയാത്തതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എവിടെയെന്നറിയോ? എന്താണ് അങ്ങനെ ചില വീടുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകാൻ കാരണം? ഒന്നുമല്ല. ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പൊരുത്തമല്ലാത്ത, അല്ലാഹ് തൃപ്തിപ്പെടാത്ത എന്തോ ഒന്ന് ആ വീട്ടിലുണ്ട്. എന്തോ ഒന്നുണ്ട്. ഒന്നുകിൽ സമയം എത്തി കൊടുത്തു വീടാൻ സമയം എത്തിപ്പോയ കടങ്ങൾ അത് കൊടുത്തു വീടേണ്ട സമയമായി, അത് കൊടുക്കുന്നില്ല. കൊടുത്തു വീട്ടാൻ നമ്മൾ ശ്രമിച്ചാൽ നടക്കും. എങ്കിലും ഇപ്പം എന്തിനാ കൊടുക്കുന്നത്? അത്യാവശ്യം ക്യാഷുള്ളവരല്ലേ അവർ, കുഴപ്പമില്ല. ഇപ്പോൾ നിർബന്ധമൊന്നുമില്ലല്ലോ, ഓൻ കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. അതുകൊണ്ട് അവധി എത്തി പറഞ്ഞ സമയമായി എങ്കിലും നമ്മൾ വിചാരിച്ചാൽ കൊടുക്കാം, എന്നിട്ടും കൊടുക്കുന്നില്ല. നമ്മൾ പെൻഡിങ്ങിൽ വച്ചിരിക്കുന്ന കടബാധ്യത അതുണ്ടെങ്കിൽ ആ വീട്ടിൽ സമാധാനം നമ്മൾ മഷിയിട്ട് നോക്കിയാലും കാണൂല. അല്ലെങ്കിൽ വീട് അല്ലെങ്കിൽ വീട്ടിലെ ഫർണിച്ചർ, വീട്ടു സാധനങ്ങൾ അതെല്ലാം ഹറാമിൻ്റെ മുതൽ കൊണ്ടാണ്, പലിശയുമായി കണക്റ്റഡായ സമ്പത്ത് കൊണ്ടാണ് അത് വാങ്ങി വച്ചിരിക്കുന്നത്. തീർച്ചയായും പ്രിയപ്പെട്ടവരെ, അതിരിക്കുന്ന കുടുംബങ്ങളിൽ ഇത്തരം പ്രയാസങ്ങളുണ്ടാകും. ഒരു പ്രയാസമല്ല ഉണ്ടാകും, ചുമ്മാ പറക്കത്ത് കേടെന്നല്ല പറയുന്നത്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ആ വീടുകളിൽ കയറി വരുന്നുണ്ട്. അല്ലെങ്കിൽ ഹറാമായ കടം വാങ്ങിയിട്ടുണ്ട് വീട് പണിയാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടി. അത് ഹറാമായ കടമാണ്, പലിശയുമായി കണക്ഷനുള്ള കടമാണ്. അത്തരം കടബാധ്യത തീർച്ചയായിട്ടും അവർക്ക് ആ വീട്ടിൽ സ്വസ്ഥതക്കേട് ഉറപ്പാണ്. മാത്രമല്ല വീട്ടിലെ ഏത് സംഗതികളാണെങ്കിൽ പോലും ഹറാമുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ അള്ളാഹുവിൻ്റെ ബറക്കത്തും റഹ്മത്തും ഇറങ്ങൂല. അങ്ങനെയുള്ള ആളുകൾക്ക് സ്വയം നന്നാകണമെന്ന് മോഹമുണ്ടായാലും നന്നാകാൻ കഴിയില്ലാത്തൊരവസ്ഥ ഉണ്ടാകും. അതാണ് ഇമാം ഗസാലി റഹ്മഹുല്ല തങ്ങൾ പറഞ്ഞത്, മൻ അക്കലൽ ഹറാമ, ഒരാൾ ഹറാമ് ഭക്ഷിക്കുന്നുണ്ട്, ഹറാമായ സമ്പത്ത് കലർന്ന ഫുഡാണ് മക്കൾക്ക് കൊടുക്കുന്നതെങ്കിൽ, സ്വയം ആഹരിക്കുന്നതെങ്കിൽ, മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയാണ്, മൻ അക്കലൽ ഹറാമ അസത് ജവാരിഹു ശാഅ ഔ അബാ അലിമ ഔ ലം യഅലം. അവൻ അറിയട്ടെ അറിയാതിരിക്കട്ടെ, അവൻ ആഗ്രഹിച്ചതാകട്ടെ അല്ലാതിരിക്കട്ടെ, തീർച്ചയായും ഹറാമായ ഒരു ഭക്ഷണം അവൻ കഴിച്ചാൽ മക്കൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ കച്ചവടമാണെന്ന് പറയുന്നത്. കച്ചവടം ഏറ്റവും നല്ല അമലാണ്. കച്ചവടം ഹലാല അത്താജിറു സദൂഖു, സത്യസന്ധനായ കച്ചവടക്കാരൻ ഒന്നും ഹൈഡ് ചെയ്ത് വെക്കില്ല. ഒരു പ്രൊഡക്റ്റ്, ഒരു വാഹനം കച്ചവടം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് കച്ചവടം ചെയ്യാൻ അതിൻ്റെ കുറവുകൾ എന്തെങ്കിലും ബോധ്യപ്പെട്ടാൽ നമുക്കറിയാവുന്നുണ്ടെങ്കിൽ പറയും, ഇന്ന വീക്ക്നെസ്സുകളുണ്ട്, ഇന്ന കുറവുകളുണ്ട്, മൈനസുകളുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് കച്ചവടം ചെയ്യുള്ളൂ. അത് മറച്ചു വെച്ച്, പെയിൻ്റ് അടിച്ച്, കാണാതെയാക്കി വെച്ച്, മറച്ചു വെച്ച് അയാളെ പറ്റിക്കുന്ന കച്ചവടം അത് ബാത്തിലായ കച്ചവടമാണ്. ആ കച്ചവടം കൊണ്ട് നീ ഭക്ഷണം കഴിച്ചാൽ, കുടുംബം ഭക്ഷണം കഴിച്ചാൽ ഈ പ്രശ്നം അവരുടെ പുറകെ വരും. ഒരിക്കലും പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. ഇത് സംവിധാനിക്കുന്ന നമ്മളല്ല. നമ്മളാണെങ്കിൽ നമുക്ക് യോജിച്ച സംവിധാനങ്ങൾ നടത്താം. അള്ളാഹുവാണ് സംവിധാനിക്കുന്നത്. അള്ളാഹ്ക്ക് പൊരുത്തല്ല, അത് അറിയാലോ നമുക്ക്. അപ്പോൾ അങ്ങനെയാണ് നീ കഴിക്കുന്ന ഭക്ഷണം, നിൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണമെങ്കിൽ നമ്മുടെ അവയവങ്ങൾ നമുക്കെതിരാവും. നന്മ ചെയ്യണമെന്നുണ്ട്, പക്ഷെ നന്മയല്ല ഉണ്ടാകുന്നത്, തിന്മ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ സ്വന്തം അവയവങ്ങൾ നമുക്കെതിരാകുന്നൊരു ഘട്ടം വരുന്നത് മൻ അക്കലൽ ഹറാമ, അള്ളാഹ്ക്ക് പൊരുത്തല്ലാത്ത ഹറാമ് ഭക്ഷിച്ചാൽ, മറ്റൊരാളെ പറ്റിച്ചു, മറ്റൊരാളുടെ സമ്പാദ്യമാണ്, അയാൾക്ക് കിട്ടേണ്ടതാണ്, നമ്മൾ ഭയങ്കര തന്ത്രപൂർവ്വത കൈക്കലാക്കിയതാണ്, പ്രശ്നങ്ങളുണ്ടെന്നാണ് പറയുന്നത്.
ഇത് മക്കൾക്കും കുടുംബത്തിനും വേണ്ടി നല്ല രീതിയിൽ അധ്വാനിക്കാൻ, അവർക്ക് ഗുണങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള തൗഫീഖ് ഇയാൾക്ക് നഷ്ടപ്പെടും. അവർക്ക് വേണ്ട ഗുണങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റില്ല, അതിനൊക്കെ തടസ്സമുണ്ടാകും, വലിയ പ്രശ്നം ഉണ്ടാകും. ഇദാ ദഖലൽ ഹറാമു അൽ ബൈത്ത, ഒരു വീട്ടിലേക്ക് ഹറാമ് കയറിയാൽ, ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ, നിസാര കേസുകൾക്ക് വേണ്ടി നമ്മുടെ കഴിവിൻ്റെ, നമ്മുടെ സമ്പത്തിൻ്റെ ആ ഒരു സ്കെയിൽ അനുസരിച്ച് മതി നമ്മുടെ വീട്ടിൻ്റെ പ്രൗഢിയും ഭംഗിയും. നമ്മൾ ആരെയാ പ്രിയപ്പെട്ടവരെ പറ്റിക്കുന്നത്? ആർക്ക് സമാധാനം ഉണ്ടാക്കാനാ? ജീവിച്ചിരിക്കുമ്പോൾ ആ വീട്ടിൽ സമാധാനം അള്ളാഹു തരുമോ? നമ്മൾ ഹറാമിലേക്ക് പോയാൽ? മരിച്ച് ഖബറിൽ ചെന്നാൽ നമുക്ക് സ്വസ്ഥത ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാകില്ലല്ലോ. നമുക്ക് അള്ളാഹു നൽകിയതിൽ അൽഹംദുലില്ലാ സന്തോഷം. എൻ്റെ കഴിവും സെറ്റപ്പ് അനുസരിച്ച് ഇത്രയേ പറ്റുള്ളൂ. ഞാൻ ഈ ഓവറായിട്ട് ബാധ്യത ഇതിൻ്റെ പേരിൽ എടുത്തു കഴിഞ്ഞാൽ ഞാൻ കുഴപ്പത്തിലാവും, പ്രശ്നത്തിലാവും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഹലാലായതല്ലാത്തതാണെങ്കിൽ, അത് 1 രൂപയാണെങ്കിൽ പോലും പായസത്തിൽ പാഷാണം കലക്കിയ അവസ്ഥയാണ്. സംഭവം പറ്റില്ല. അങ്ങനെയല്ല നമ്മൾ നോക്കുന്നത്. നമ്മളായിട്ട് ജീവിക്കാനല്ല, നമ്മൾ മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യുന്നൊരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ബാധ്യസ്ഥരായി വരികയാണ്. ഒന്നും വേണ്ട പ്രിയപ്പെട്ടവരെ, വേണ്ട. നമ്മുടെ ബുദ്ധി മോശമാണ്. ഇവിടെ വീട്ടിൽ ഒരു ഹറാമ് സംഭവം കയറി വന്നാൽ ദഹബത്തിൽ ബറക്കത്തു, ആ വീട്ടിലെ ബറക്കത്ത് നീങ്ങിപ്പോകും എന്ന് മഹത്തുക്കളായ ഉലമാ പറയാം. ഒരു ഹറാമൊരു വീട്ടിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ, വീട് പണിയിലോ അതിൻ്റെ വീടിൻ്റെ മറ്റു വസ്തുക്കളിലോ സാധനങ്ങളിൽ എന്തിലാണെങ്കിലും ഹറാമ് വീട്ടിൽ കയറിയാൽ തീർച്ചയായും ദഹബത്തിൽ ബറക്കത്ത് റിമൂവായി പോകും, നീങ്ങിപ്പോകും. ബറക്കത്ത് ഉണ്ടാവില്ല. ബറക്കത്ത് പോയാൽ പ്രിയപ്പെട്ടവരെ പിന്നെ ഒന്നും രണ്ടും പറയണ്ട, ഏറ്റവും വലിയ അപകടകരമാണ്. മാത്രമല്ല വസ്സക്കീനത്തു, സമാധാനം നീങ്ങിപ്പോകും. ഒരു സ്വസ്ഥത ഉണ്ടാവില്ല, എന്തെങ്കിലും ഇടങ്ങേറുണ്ടായിക്കൊണ്ടിരിക്കും. ഇമാമുമാർ ഉദ്ധരിക്കാൻ എൻ്റെ വകയല്ല. എന്നിട്ടോ അഫ്സദൽ ഔലാദ, ആ വീട്ടിലെ, ആ കുടുംബത്തിലെ മക്കൾ മോശക്കാരായി പോകും. അവർ ഒരുപക്ഷെ ലഹരിക്കടിമപ്പെടുന്ന മക്കളായി പോകാനും, ദുസ്വഭാവികളായി പോകാനും, സമൂഹത്തെ കൊണ്ട് പറയിപ്പിക്കുന്ന ആളുകളായി പോകാനും, വാപ്പാക്കുമ്മാക്കും കണ്ണീരും കയ്യുമായിട്ട് ജീവിക്കേണ്ട ഗതി വരുന്ന അവസ്ഥയാക്കാനൊക്കെ കാരണമാകും. അഫ്സദൽ ഔലാദ, മക്കൾ മോശമായി പോകും. അതുകൊണ്ട് ഹറാമ് വേണ്ട. നമുക്ക് ഹറാമിൻ്റെ അത്തരം ഒന്നും നമുക്ക് വീട്ടിലേക്ക് ബന്ധപ്പെടുത്താൻ കഴിയില്ല. എന്നിട്ടോ ഔറസൻ നിസാ, തർക്കങ്ങളുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുവാദങ്ങളും തർക്കങ്ങളും പരസ്പരം പൊരുത്തമില്ലാത്ത സംസാരങ്ങളൊക്കെ ഉണ്ടാവും, അകൽച്ചയുണ്ടാവും. വൽ അമ്രാള, മാരകമായ രോഗങ്ങളും ആ വീട്ടുകാർക്ക് സർവ്വസാധാരണമായിട്ട് വരും. വലിയ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു പോയിൻ്റാണിത്. അതുകൊണ്ട് അൽഹംദുലില്ലാ ഒരു കുഴപ്പമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അത് ബറക്കത്തോടെ സ്വീകരിക്കുക. എന്നിട്ട് നമ്മളെ കൊണ്ട് കളിക്കാൻ പറ്റുന്ന കളി കളിക്കുക. ഒരിക്കലും ഹറാമിൻ്റെ ഭാഗത്തേക്കുള്ള ചിന്തകൾ ഒരു പ്രത്യേകിച്ച് വീടിൻ്റെ പ്രൗഢി കൂട്ടാനും ഭംഗി കൂട്ടാനും മുകളിലേക്ക് ഒരു ഫ്ലോർ കൂടെ പണിയാനും ഒക്കെ നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. നമ്മുടെ സൗകര്യം പോലെയേ പാടുള്ളൂ. ഒരിക്കലും ഹറാമുമായിട്ട് നമ്മൾ ബന്ധപ്പെടാൻ പാടില്ല. സൂക്ഷിക്കണം, അല്ലെങ്കിൽ അപകടം ഉറപ്പാണ്. അപ്പം അത്തരം ഹറാമുകളുമായി ബന്ധപ്പെടുന്ന വീടുകളെ, അല്ലെങ്കിൽ ഹറാമിൻ്റെ ഇടപാടുകൾ നടത്തുന്നവരുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പറഞ്ഞത്. ഇത്തരം പ്രയാസങ്ങളില്ലാത്ത നല്ല റാഹത്തുള്ള സക്കീനത്തുള്ള നാളെ അള്ളാഹുവിൻ്റെ പരലോകത്ത് ചെല്ലുമ്പോൾ ഒരു പ്രശ്നത്തിലും കുടുങ്ങിപ്പോകേണ്ടി വരാത്ത തരത്തിൽ സന്തോഷമുള്ള ഭവനമാക്കി നമ്മുടെ സ്വഭവനങ്ങളെ അള്ളാഹു മാറ്റിത്തരട്ടെ. അള്ളാഹു ജന്നത്തുൽ ഫിർദൗസിൽ മനോഹരമായ സൗധം വീട് അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله
بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله لا يا داخل الجنة تبشرنا بما في